നോമ്പിൻ്റെ സമാപന ദിനം, 8-ാം ദിനം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പരിശുദ്ധ കന്യക മറിയം കുരിശിൻ ചോട്ടിൽ നിൽക്കുന്ന ഒരു ചിത്രം കാണാൻ കഴിയും. സഹനവേളയിൽ ഓടി ഒളിക്കുന്ന ജീവിതമല്ല പരിശുദ്ധ കന്യക മറിയത്തിൻ്റേത്. ഈശോയുടെ സഹനവേളയിലെല്ലാം കൂടെ നടന്നവളാണ് പരിശുദ്ധ അമ്മ. ഈശോ ശരീരത്തിൽ സ്വീകരിച്ച എല്ലാ സഹനങ്ങളും സ്നേഹമുള്ളവരെ ഹൃദയത്തിൽ സ്വീകരിച്ചവളാണ്. ചില വേദനകളൊക്കെ ശരീരത്തിൽ സ്വീകരിക്കുന്നതിനേക്കാൾ ഭാരമാണ് ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. എന്നാലും അവൻ എന്നോടങ്ങനെ ചെയ്തല്ലോ, ഇതൊരു ഹൃദയവേദന. നമ്മൾ പലപ്പോഴും പറയാറുള്ളതല്ലേ, ഈശോ ശരീരത്തിൽ അടികൊള്ളുമ്പോഴും ശരീരത്തിൽ ആണിയനുഭവങ്ങൾ കൊണ്ടുകയറുമ്പോഴും തുപ്പലേൽക്കുമ്പോഴും അതിലെത്രയോ മടങ്ങ് തീവ്രമായിട്ടാണ് പെറ്റതള്ള ഈ കുരിശിൻ ചോട്ടിൽ അമ്മ ഈശോയോട് ചേർന്ന് നിന്ന് അമ്മ സ്വീകരിച്ചതെന്ന് സ്നേഹമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. ഏതമ്മയ്ക്കാണ് ഇത് ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റുക? അപ്പോൾ പുത്രൻ കുരിശിൽ സ്വീകരിച്ചതെല്ലാം, ശരീരത്തിൽ സ്വീകരിച്ചതെല്ലാം അപ്പാടെ മട്ടുവരെ അത് ഹൃദയത്തിൽ ഊറ്റി സ്വീകരിച്ചവൾ പരിശുദ്ധ കന്യക മറിയം. സഹനവേളയിൽ ഒളിച്ചോടാൻ, സഹനം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ, സഹനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ അകന്നു നടക്കാൻ ഇഷ്ടപ്പെടുന്ന നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഭാഗം ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. സഹനങ്ങൾ ചേർത്തു വയ്ക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ സങ്കടങ്ങളാക്കി അവശേഷിപ്പിക്കാതെ അതിനെ സങ്കീർത്തനങ്ങളാക്കി മാറ്റണം. ഇതിൻ്റെ പേരാണ് കീർത്തനം, സ്തോത്രഗീതം, സ്തുതിയുടെ കീർത്തനങ്ങൾ. സങ്കടങ്ങളെ, പ്രയാസനങ്ങളെ, കനലനുഭവങ്ങളെ, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളെ സ്തുതിയുടെ കീർത്തനങ്ങളാക്കി പരിശുദ്ധ അമ്മ മാറ്റി. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർമ്മലനാഥേ